അപ്പോൾ എല്ലാവർക്കും ഡീപ്പ് കോഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് N18 വെച്ചിട്ട് എങ്ങനെ ഓട്ടോമേഷൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ N18 ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ആൾക്കാർ ചെയ്ത് വെച്ചേക്കുന്ന ടെംപ്ലേറ്റ്സിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഏജൻറ്റ് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ മാനുവലി ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് എഐൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് വേണ്ട ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വർക്ക് എന്നുള്ളത് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റിപ്ലൈ മെയിൽ തരുന്ന ഒരു ഏജൻറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു നമ്മുടെ മെയിലേക്ക് വരുന്ന മെയിൽസിനൊക്കെ ഒരു റിപ്ലൈ മെയിൽ അയക്കുന്നത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇവിടെ നോക്കാം. അപ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഇത് റണ്ണാവണം. അപ്പോൾ നമ്മുടെ മോഡൽ ഇവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മുടെ മെയിലും പിന്നെ യൂസ് ചെയ്യുന്ന മോഡലും AI മോഡലും നമ്മളിവിടെ അലോ ചെയ്ത് ഡിസൈഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മെയിലിൽ ക്രെഡൻഷ്യൽ കൊടുക്കണം. അപ്പോൾ ഇത് റണ്ണാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ടെസ്റ്റ് മെയിൽ അയക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു മെയിൽ അയക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ മോഡലിനെ ഒന്നുകൂടെ റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ മോഡൽ റൺ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ആ മെയിൽ റിസീവ് ചെയ്തത് നോക്കിയിട്ട് അത് ഏജൻറ്റിന് പാസ് ചെയ്യും. ഏജൻറ്റ് അത് ഓപ്പൺ AI മോഡൽ വെച്ചിട്ട് എന്ത് റിപ്ലൈ ആണ് കൊടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് നമ്മുടെ മെയിലേക്ക് അയക്കും. അപ്പോൾ നമുക്ക് കൊടുക്കണം, നമ്മുടെ മെയിലേക്ക് ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്ലൈ കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് വെച്ച് മാത്രമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പ്രോംപ്റ്റ് ചെയ്ത് അതിൽ എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത് ഏതാണെന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈയും അതുപോലെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ചാനൽ ഫോളോ ചെയ്യുക.